ഹലോ, ദിസ് ഇസ് ശബരി ശ്രീനിവാസ്, സൈലത്തിലെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഈ വരുന്ന ബോർഡ് എക്സാമിന് മുഴുവൻ മാർക്ക് തന്നെയാണ്. സോ ഓരോ എക്സാമിന് മുഴുവൻ മാർക്ക് നേടാൻ തീർച്ചയായും നമ്മൾ അറിയേണ്ട കാര്യം ആ എക്സാമിൻ്റെ പാറ്റേൺ അറിയുക എന്നുള്ളതാണ്. സോ സയൻസ് എക്സാമിനെ സംബന്ധിച്ചോളം സയൻസ് എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ബോർഡ് എക്സാമിന് കാണാൻ പോകുന്ന സയൻസിൻ്റെ എക്സാം 80 മാർക്കിനാണ്. തീർച്ചയായും 3 മണിക്കൂറിൻ്റെ എക്സാം ആണുള്ളത്. നമുക്കറിയുന്ന കാര്യമാണ്, സയൻസ് എക്സാമിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 കാര്യങ്ങളും ഒരുമിച്ച് തന്നെ എഴുതണം. എത്ര മാർക്കിനാണ് ഫിസിക്സ്, എത്ര മാർക്കിനാണ് കെമിസ്ട്രി, എത്ര മാർക്കിനാണ് ബയോളജി, ഈ കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ബേസിക്കലി നിങ്ങൾ നോക്കിക്കാണും. എറൗണ്ട് അപ്രോക്സിമേറ്റ്ലി ഈ ഒരു കണക്കിലാണ് നമുക്ക് ഓരോ സബ്ജക്റ്റിനും ക്വസ്റ്റ്യൻസ് വരിക. ഫിസിക്സിന് ഏകദേശം 25 മാർക്ക്, കെമിസ്ട്രി 25, ബയോളജി 30. ഈ ഒരു ഏകദേശം നമ്പറിലാണ്. ചെറിയ വേരിയേഷൻ 1 മാർക്ക് 2 മാർക്കൊക്കെ ഉണ്ടാവും. ഏകദേശം ഈ ഒരു വേരിയേഷനിലാണ് ഫിസിക്സിനും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോകും. നമുക്കറിയാം, ഫിസിക്സിൽ ഈ വർഷം നമുക്ക് 4 ചാപ്റ്റേഴ്സാണ്, കെമിസ്ട്രിയിലും 4ആണ്, ബയോളജിയിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ അതിന് ആനുപാതികമായിട്ടുള്ള പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക. സോ ഈ ഒരു വെയിറ്റേജ് ആണ് നമ്മൾ ഓരോ സബ്ജക്റ്റിന് കൊടുക്കേണ്ടത്. അവിടെ സ്പെഷ്യൽ വെയിറ്റേജിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഓരോ ചാപ്റ്ററിനും ഈക്വൽ വെയിറ്റേജ്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ടുള്ള വെയിറ്റേജ് തന്നെയാണ് എല്ലാ സബ്ജക്ട്സിലെ ചാപ്റ്റേഴ്സിനും വരുന്നത്. സോ അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു 80 മാർക്കിൻ്റെ എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അവിടെ നിങ്ങൾ കാണാൻ പോകുന്നത് 39 ക്വസ്റ്റ്യൻസാണ്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണെന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യനും 28 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 28 അറിയില്ലെങ്കിൽ 28 29 പോലൊരു ഓപ്ഷനില്ല. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറിയാണ്. സോ ഓപ്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ചോയ്സ് ഉണ്ടോ? ഇൻറ്റേർണൽ ചോയ്സുകളുണ്ട്. ഒരു ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യന് 4 ഓപ്ഷൻ ഉണ്ട്, A, B, C and D. അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം C or D എന്ന് കാണാം. അങ്ങനെയുള്ള ഇൻറ്റേർണൽ ഓപ്ഷൻസ് കാണാം. അതല്ലെങ്കിൽ ഈ പറയുന്ന 39 ക്വസ്റ്റ്യൻസും നമ്മൾ എക്സാമിന് എഴുതേണ്ടതാണ് അല്ലേ? ഈ 39 ക്വസ്റ്റ്യൻസും ഓർഡറായി 1 2 3 ആണോ? അല്ല. നമുക്കറിയാം, അവിടെ 5 സെക്ഷൻസ് ആണുള്ളത്. ഓരോ സെക്ഷനിലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ ഫസ്റ്റ് സെക്ഷൻ ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഫസ്റ്റ് സെക്ഷൻ ഏതാ? അത് MCQ ആണ്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പ്രത്യേകത? കിട്ടിയാൽ, ക്വസ്റ്റ്യൻ ശരിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1 മാർക്കാണ്. നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നതും 1 മാർക്കാണ്. നഷ്ടപ്പെടലിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വേണം നിങ്ങൾ ആ ക്വസ്റ്റ്യന് സമയം കൊടുക്കാൻ. 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിലെ സമയം മുഴുവൻ കളഞ്ഞുകൊണ്ട് പരീക്ഷ കൂടുതൽ ടഫായി തീർന്നു എന്ന് പറയുന്ന ഒരു അവസരം ആർക്കും ഉണ്ടാകരുത്. സോ 20 മാർക്കാണ് ആ സെക്ഷനുള്ളത്. ആ മാക്സിമം മാർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തന്നെയാണ് നമ്മൾ നേടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ MCQ സെക്ഷനാണ്. രണ്ടാമത്തെ സെക്ഷൻ നിങ്ങളെ കാത്തിരിക്കുന്ന 21 മുതൽ 26 വരെയുള്ള 6 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ച്. അടുത്ത സെക്ഷനിൽ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 3 മാർക്കാണ്. അടുത്ത സെക്ഷനിൽ അഗെയിൻ 3 5 മാർക്കിൻ്റെ essay ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും അവസാനം നമുക്കൊരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആണുള്ളത്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ഇവിടെ ഫിസിക്സ് 1, കെമിസ്ട്രി 1, ബയോളജി 1, ഫിസിക്സ് 1, കെമിസ്ട്രി 1, ബയോളജി 1. ഇവിടെയും ആ ഒരു പ്രപ്പോർഷൻ തന്നെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത്. സോ ആ ഒരു ചേഞ്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം, MCQകളുടെ പ്രത്യേകതയാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൃത്യമായി ആൻസർ ചെയ്ത് വളരെ വേഗം തന്നെ ആൻസർ ചെയ്യേണ്ട 20 ക്വസ്റ്റ്യൻസ് ആണ് MCQ. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരുന്നത്? ആ ഒരു ഡൗട്ടാണ് നമുക്ക് അടുത്തതായിട്ട് വരിക. ഞങ്ങൾക്ക് ഒരേ കാര്യങ്ങൾ തിയറിയായി പഠിച്ചിട്ടാണ് സാറേ പരീക്ഷ പോയത്, എങ്കിലും പരീക്ഷയ്ക്ക് ടഫായിരുന്നു. അവിടെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോമ്പിറ്റൻസീസ്, ഒരു എക്സാമിന് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കോമ്പിറ്റൻസീസ് ആണ് നിങ്ങൾ നേടേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ആ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ പേപ്പറിലെ കോമ്പിറ്റൻസി നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഒരു 46% ഒരു മാക്സിമം ഏകദേശം പകുതി ശതമാനത്തിന് ഡെമോൺസ്ട്രേറ്റ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു കോൺസെപ്റ്റ്, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ കോൺസെപ്റ്റുകൾ കൃത്യമായി നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, അത് വീണ്ടും എന്താ പറയുക, എത്രത്തോളം മനസ്സിലാക്കിയിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്രത്തോളം കഴിയും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അത്തരം ക്വസ്റ്റ്യൻസ് ആണ് 46% നിങ്ങളെ കാത്തിരിക്കുന്നത്. ബാക്കി വരുന്ന ഇവർ 2 പേരും നോക്കിക്കേ, ഏതാ 54% ക്വസ്റ്റ്യൻസ് ആണ് CBSE എക്സാംസ് ടഫാക്കുന്നത്. അപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് കോൺസെപ്റ്റ്, കൃത്യമായി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വെച്ചാൽ പോരാ, അത് അപ്ലൈ ചെയ്യാനുള്ള കാര്യം കൂടി നമുക്ക് കൃത്യമായിട്ട് അറിയണം. എങ്ങനെയാണത് പോസിബിൾ ആവുക? അത് പോസിബിൾ ആകുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ്.
മാക്സിമം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ 2 സെക്ഷൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. സോ 32 വരുന്നത് ബയോളജിയിലും കെമിസ്ട്രിയിലും ഫോർമുലാസ് ആണ്. ഫിസിക്സിൽ വന്നാൽ വീണ്ടും ഞാൻ കുറച്ചുകൂടി ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണ്. ഫിസിക്സിൽ വന്നാൽ കൂടുതൽ എന്താ പറയുക അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഈ 2 ഭാഗങ്ങളിലുമാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതും കൂടുതൽ പ്രാക്ടീസ് വേണം. സോ ടോട്ടലി നമ്മുടെ ലക്ഷ്യം 100% മാർക്കാണെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. നമ്മൾ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കണം. ആദ്യത്തെ പകുതി ശതമാനം മാർക്കിനെങ്കിൽ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കണം. ഓരോ ദിവസവും ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പക്കയാക്കി കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കണം. അതിനുശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അവിടെ നമുക്കൊരു അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം എന്നില്ല, കഴിയുന്ന അത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ 100% മാർക്ക് അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. സോ ഈ കാര്യങ്ങൾ കൃത്യമായി നോക്കണം. നിങ്ങൾക്കറിയാം അസ്ത്ര ബാച്ച് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഡെയിലി കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കാൻ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഇൻറ്ററാക്റ്റീവായിട്ട് നിങ്ങളുടെ ഓരോ സംശയങ്ങളും ആൻസർ ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് അസ്ത്ര ബാച്ചിൽ തരുന്നത്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉറപ്പായും ചെയ്യും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ആ കാര്യമാണ് ഞാൻ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ MCQകളെ എങ്ങനെ കീഴ്പ്പെടുത്താം. അതിനായി ഈ വർഷം നമ്മൾ അസ്ത്ര ബാച്ചിൽ സ്പെഷ്യലായിട്ടൊരു ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട്. ഓരോ ദിവസവും ടോപ്പിക്കിന് ശേഷം ക്ലാസ്സിന് ശേഷം 10 ക്വസ്റ്റ്യൻസ്, 10 അടിപൊളി ഓരോ ടോപ്പിക്കിൽ നിന്നും 10 MCQ ക്വസ്റ്റ്യൻസ് ആണ് സ്പെഷ്യൽ ഫീച്ചറായി അസ്ത്ര ബാച്ചിൽ നമ്മൾ തരുന്നത്. MCQസിനെ കീഴാക്കിയാൽ തന്നെ പകുതി ആശ്വാസമായി നമുക്ക് സമയം ഒരുപാട് സേവ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ആലോചിച്ച് ഉഷാറാക്കി എഴുതാം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ ക്വസ്റ്റ്യൻ കൊണ്ട് ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണം. കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണം. എത്രത്തോളമാണ് അപ്ലിക്കേഷൻ എന്ന ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായി നമുക്ക് മുഴുവനാക്കുന്നതിനെ കരസ്ഥമാക്കാം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.